കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായ വളയാണ്. ഒരു വള കാരണം വന്നുപെടുന്ന പ്രശ്നങ്ങളും അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും കാണുന്ന ആളുകൾ അത് സ്വന്തമാക്കുന്നതിനായി കൊല്ലാനും ചാകാനും വരെ തയ്യാറാകുന്നതും അതിനു മാത്രം ആ വളയുടെ രഹസ്യം എന്തായിരുന്നെന്ന് നമുക്ക് നോക്കാം. ചിത്രം ആരംഭിക്കുന്നത് ആ സവിശേഷ വളയ്ക്ക് പിന്നിലെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധൻ തൻ്റെ പട്ടരയിൽ മാണിക്യക്കല്ലുകൾ കുരുക്കി ഒരു വളയുണ്ടാക്കി. നിറയെ കൊത്തുപണികളും മുത്തുകളും എല്ലാം കൊണ്ടും മനോഹരമായ വള. പിന്നീട് ആ വള കഴിവിൻ്റെ അളവുകോലായി മാറി. അതായത് അമൂല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്ക് അംഗീകാരമായി നൽകുന്ന സമ്മാനോപഹാരം. ഇതേപ്പറ്റി അറിഞ്ഞ് ആർത്തി പൂണ്ട പലരും വീറും വാശിയും കൊണ്ട് യുദ്ധം വരെ നടത്തി. പല വേഷങ്ങളിൽ, പേരുകളിൽ, സ്ഥാനമാനങ്ങളിൽ വന്ന് ആളുകൾ വള കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ വള ആരെക്കൊണ്ടും അപഹരിക്കാൻ സാധിച്ചില്ല. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ കാലഘട്ടമാണ് കാണിക്കുന്നത്. രാത്രി സമയം ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് തള്ളിക്കൊണ്ട് കുറച്ച് നീങ്ങിയതിനു ശേഷം അതിൽ കയറി ഓടിച്ചുപോയി. അത് കാത്തിരുന്നതുപോലെ കുറച്ചാളുകൾ മുഖം മൂടി കെട്ടി ആ വീട്ടിലെ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നതും കാണാം. അയാൾക്ക് അതിൽ കാലിന് വെട്ടുമേറ്റു. അയാളുടെ ഒച്ച കേട്ട് ആളുകൾ ഓടിക്കൂടിയത് കൊണ്ട് അക്രമികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെ പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വധഭീഷണിയുള്ള ആളാണ് ആ വീട്ടിലുണ്ടായിരുന്ന അബു എന്ന മനുഷ്യനെന്നും സെക്യൂരിറ്റിയായി നിന്ന ഭാനുപ്രകാശ് എന്ന പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നു അവർ ആക്രമണത്തിന് മുതിർന്നതെന്നും. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പുറത്തു പോയതിന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഭാനുവിനെ നന്നായി തന്നെ ചീത്ത പറഞ്ഞു. എന്നാൽ അബുവിന് ഭാനുവിനോട് ഒരു വിരോധവുമില്ല. അവർ കൂട്ടുകാരെ പോലെയാണ്. അങ്ങനെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുമായിട്ട് മദ്യപിച്ചിരിക്കുമ്പോഴാണ് ഭാനു തന്റെ വിഷമം അബുവിനോടായിട്ട് പറയുന്നത്. തന്റെ ഭാര്യ ആഗ്രഹിച്ച വള പോലും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഭാനു പറഞ്ഞത് കേട്ട് അതേത് വളയാണെന്ന് അയാളും തിരിച്ചു ചോദിച്ചു. അക്ഷയയിൽ ജോലി ചെയ്യുന്ന സരളയും അവളുടെ ഭർത്താവ് പുരുഷവുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പുരുഷ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരെ വിവാഹം കഴിഞ്ഞത്. സരളയുടെ കയ്യിലുള്ള വള കണ്ട് ഇതെന്താ ഇങ്ങനെ ഈ വള എന്ന് ചോദിക്കുമ്പോൾ മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ അമ്മമ്മ കയ്യിലിട്ട് തന്നതാണ് ഈ വള എന്നും ഇത് കയ്യിൽ നിന്ന് ഊരാൻ പറ്റില്ല എന്നും പറഞ്ഞു. ശേഷം അവരുടെ റൊമാൻറ്റിക് ടൈമിൽ ഈ വള കൊണ്ട് പുരുഷന്റെ ശരീരത്ത് ധാരാളം മുറിവുകളുമായി. സഹിക്കുക എന്നല്ലാതെ മറ്റു നിവൃത്തിയും ഉണ്ടായിരുന്നില്ലല്ലോ. ഊരിക്കളയാൻ നടപടിയില്ല. ഇതേ സമയം മറ്റൊരിടത്ത് വിശാലാക്ഷി എന്നൊരു പെൺകുട്ടി ഒരു ആഭരണ പെട്ടിയും എടുത്ത് ഇല്ലത്ത് നിന്ന് ഒളിച്ചോടി പോകുന്നതായിട്ട് കാണാം. ഒളിച്ചോടിപ്പോയ വിശാലാക്ഷി പോലീസുകാരനായിട്ടുള്ള ഭാനുവിനോടൊപ്പം ജീവിക്കാനായാണ് ഇല്ലത്ത് നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ ഭാനുപ്രകാശിന്റെയും വിശാലാക്ഷിയും വിവാഹിതരായി. അതേസമയം അപ്പുറത്ത് ഇല്ലത്താണെങ്കിൽ അവൾ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ പടിയടച്ച് പിണ്ടം വെക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. വിശാലാക്ഷി എന്ന് നീട്ടിവലിച്ച് വിളിക്കാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് കഥയുടെ ഒഴുക്കിന് നമുക്ക് വിഷു എന്ന് ചുരുക്കാം. അവരുടെ ആദ്യ രാത്രി വളരെ സന്തോഷത്തോടെ വിഷു കൊണ്ടുവന്ന ആഭരണപ്പെട്ടി തുറന്നു നോക്കിയാൽ പെട്ടി ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അത് മനസ്സിലായതും അവൾ ആകെ പരിഭ്രാന്തയായി. സ്വർണ്ണപ്പെട്ടിക്ക് പകരം മുത്തശ്ശിയുടെ പെട്ടിയാണ് അവൾ എടുത്തുകൊണ്ട് വന്നത്. അതിൽ പണ്ടത്തെ മുത്തശ്ശിയുടെ കാമുകൻ കൊടുത്ത കത്തുകളും മഞ്ചാടി കുരുക്കളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളും നാട്ടുകാർ ഇല്ലത്തെ കുട്ടി ഒന്നുമില്ലാതല്ലേ കയറി വന്നത് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടു. നായകനും അവൾക്കൊരു ചുംബനമൊക്കെ നൽകി സമാധാനിപ്പിച്ച് ആ വിഷമം അങ്ങ് മാറ്റി. അപ്പുറത്താണ് സരളയുടെ ഫോണിൽ ശല്യം എന്ന പേരിൽ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ട്. അവൾ അത് ഒഴിവാക്കി വിടുന്നതായിട്ടും കാണാം. അടുത്ത ദിവസം അക്ഷയയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് വിഷു എത്തുമ്പോൾ സരള നല്ല കലിപ്പിലാണ്. അവൾ കയറി വരുമ്പോൾ ഒരു താത്ത വഴക്കുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ദേഷ്യം വിഷുവിനോടായിട്ടാണ് സരള കാണിക്കുന്നത്. അപ്പോഴാണ് സരളയുടെ കയ്യിൽ കിടക്കുന്ന വള കണ്ടിട്ട് അവൾക്കൊരു വല്ലാത്ത ആകർഷണം തോന്നിയത്.
ഒരു സാധാരണ സംഭാഷണം പോലെ ഈ വള എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വീട്ടുപേരിലുള്ള ഗതി കുടുംബത്തിലും വേണം, ഗതിയില്ലാത്തവൾ എന്നെല്ലാം പറഞ്ഞ് അപമാനിച്ചു. അക്ഷയയിൽ വഴക്കിട്ട ഇത്തയാണെങ്കിൽ സരളയെ പിന്തുടർന്ന് പോകുന്നതായും കാണിക്കുന്നുണ്ട്. അക്ഷയയിൽ നടന്ന സംഭവത്തെ ഓർത്ത് തന്നെ വിഷമിച്ചിരിക്കുകയാണ് വിഷു. ഒപ്പം വീട്ടിൽ നിന്ന് നോൺ വെജ് പാകം ചെയ്യുന്ന മണം അവളെ കൊണ്ട് സഹിക്കാനും പറ്റാതെ നാരങ്ങയും മണത്താണ് വീടിന് പുറത്തു വന്നിരിക്കുന്നത്. നായികന്റെ ചേട്ടനും കുടുംബത്തിനോടും ഒപ്പമാണ് അവർ താമസിക്കുന്നത്. നായികയ്ക്ക് നോൺ വെജിന്റെ മണം പോലും പിടിക്കാത്തത് കൊണ്ട് അവർക്ക് വീട്ടിൽ ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ ഇവർ പാകം ചെയ്ത് കഴിക്കുന്നുമുണ്ട് കേട്ടോ. വിഷു ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് ചേട്ടത്തിയും നായകനോട് പരാതി പറഞ്ഞു. വീട്ടിലെ ആർക്കും തന്നെ ഇഷ്ടമല്ലല്ലോ എന്നോർത്ത് വിഷുവിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ഭാനുവും അതിനെ സമാധാനിപ്പിക്കുമ്പോൾ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ തനിക്കൊരു വള വാങ്ങിത്തരാൻ പറ്റുമോ എന്ന് വിഷു ചോദിച്ചു. അവനും അതിന് ഓക്കെ പറയുന്നു. തുടക്കം എളുപ്പമാണെന്ന് നായകന് തോന്നിയാലും പല ജ്വല്ലറീസ് മാറിക്കേറിയാലും സരളയുടേതുപോലത്തെ തന്നെയുള്ള ഒരു ഡിസൈൻ കിട്ടാത്തത് കൊണ്ട് അവൾ വള വാങ്ങിയില്ല. അവളെ സംബന്ധിച്ച് അവളുടെ ഈഗോ വലുതാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വലിയ ഇല്ലത്തിൽ ജീവിച്ച അവൾക്ക് സരളയിൽ നിന്നേറ്റ അപമാനം മറന്നു കളയാൻ പറ്റുന്നതായിരുന്നില്ലല്ലോ. വിഷുവും ആ അക്ഷയ സെന്ററിൽ ആ പെണ്ണിന്റെ കയ്യിലുള്ള അതേ വള പോലെ തന്നെയുള്ളത് തനിക്ക് വേണമെന്ന് പറഞ്ഞു. ഭാനുവും അവിടെ തന്നെ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്തായ പ്രജിത്തിനെ അതിന് സഹായത്തിനായിട്ട് വിളിച്ചു. അവൻ സരളയോടും പുരുഷനെയും വിളിച്ച് സംസാരിച്ചുകൊണ്ട് വളയുടെ ഫോട്ടോ എടുക്കുന്നതിനായി ഇവര് പുരുഷുവിന്റെ വീട്ടിലെത്തി. ദിനുവും മുസ്തഫയും കൂടെ വന്ന കൂട്ടുകാരൻ മുസ്തഫ ആ വള സൂക്ഷിച്ചു നോക്കി അതിൽ എഴുതിയിരിക്കുന്നത് അറബി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു അറബി എഴുതിയ വള എങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പാരമ്പര്യ സ്വത്തിന്റെ ഭാഗമാകും എന്നതോർത്ത് അയാൾ സംശയിച്ചാൽ സരള അസ്വസ്ഥതയാകുന്നത് കാണാം. എന്നാലും അവൾ തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു. ഭാനുവും ആ വളയുടെ ഒരു ചിത്രം തരാൻ കഴിയുമോ ഒരെണ്ണം ഉണ്ടാക്കിപ്പിക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അറബി എന്ന മറുചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. ശേഷം ഈ വള ഊരുന്നതിനുള്ള വഴിയായിരിക്കാം എന്ന മുസ്തഫയുടെ സംശയത്തിൽ ഇത് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഉസ്താദിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവർ മടങ്ങി. ഇതെല്ലാം കേട്ട് സംശയം തോന്നിയ പുരുഷവും തന്റെ പപ്പൻ എന്ന സുഹൃത്തിന് വളയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. അയാളും ഭാര്യയുടെ കയ്യിൽ നിന്ന് നീ ഊരി വാങ്ങി വെച്ചോ, ആന്റിക് പീസ് ആണെന്ന് തോന്നുന്നു എന്ന് സംശയം പറഞ്ഞു. പക്ഷെ സോപ്പിട്ട് എത്ര നേരം നോക്കിയാലും ഊരാനായി പറ്റിയില്ല. അതൊരു ആന്റിക് പീസ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവളെയും കൂട്ടി പപ്പൻ പറഞ്ഞ ലൊക്കേഷനിലെത്തി. അവിടെ വെച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് അത് റിയൽ തന്നെയാണെന്ന് ഉറപ്പിച്ചു. പ്യുവർ 603 ബ്ലൂ എമറാൾഡ് ആയിരുന്നു അത്. സംഭവം റിയൽ ആണെന്ന് അറിഞ്ഞതും പുരുഷന്റെ ഭാവം തന്നെ മാറി. ഇപ്പോൾ ആവശ്യക്കാർ ഈ വാങ്ങാൻ വന്നവരാണല്ലോ. 3 കോടി വില അവർ അതിനിട്ടത് കേട്ട് അത്രയുമൊക്കെ കിട്ടുമോ എന്ന് അവനും അത്ഭുതപ്പെട്ടു. ശേഷം പറഞ്ഞത് 5 കോടിയാക്കി. 3 ദിവസത്തിനുള്ളിൽ വള തരാമെന്നുള്ള വ്യവസ്ഥയിൽ 50 ലക്ഷവും വാങ്ങി അവിടെ നിന്ന് പിരിഞ്ഞു. പുരുഷവും അവൾ ജോലി ചെയ്യുന്ന അക്ഷയയുടെ അടുത്ത് അവളെ നിരീക്ഷിക്കാനായിട്ട് ആളുകളെ സെറ്റ് ചെയ്ത് നിർത്തി. ശേഷം മുസ്തഫ പറഞ്ഞ ഉസ്താദ് എത്തി. ആ വളയിൽ എഴുതിയിരുന്ന അറബിക് വരികളെ വ്യാഖ്യാനിച്ചു. 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന അന്നത്തെ ഗവേഷകൻ അബ്ബാസ് ഇബിൻ ഫിർനാസിന് ആകാശത്തിൽ ആദ്യമായി പറന്നു നടന്നതിന് സുൽത്താൻ സമ്മാനിച്ച സ്നേഹ സമ്മാനമായിരുന്നു ഈ വള. കൂടാതെ ഈ വളയ്ക്ക് മോഹവിലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാനുവിനോട് ഉസ്താദ് വന്നാൽ വളയുടെ ഫോട്ടോ എടുക്കാമെന്ന് പുരുഷു പറഞ്ഞിരുന്നുവല്ലോ. അയാളും അതിന്റെ വീഡിയോ എടുക്കുമ്പോൾ പുരുഷു വന്ന് ഫോൺ തകർത്തു. കാരണം ഇപ്പോൾ ഇത്രയൊക്കെ വാല്യൂ ഉണ്ടെന്ന് അറിഞ്ഞ പുരുഷുവിനും മനസ്സിലായി ഈ റെയർ ആയിട്ടുള്ള ഐറ്റത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ് നല്ല വഴക്കായത്. ഇതോടെ ഭാനുവും വാശി കയറി. ഇതുപോലെ ഒരു വള എന്ന് വിചാരിച്ചിരുന്ന അവൻ ഈ വള തന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. അവനും വിഷുവിനോട് ആ വളയിൽ തന്നെ അറബി കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഈഗോ ഉള്ളത് കൊണ്ടാണോ എന്തോ ഈ ഡിസൈൻ തന്നെയുള്ള വള തന്നെ എനിക്ക് വേണമെന്നും അതിൽ അറബിക് ഉണ്ടെങ്കിൽ അതും അതിൽ ആഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അവനും ആ വള പോലെയല്ല, ആ വള തന്നെ തരാമെന്ന് ഉറപ്പും കൊടുത്തു. ശേഷം പുരുഷു സരളയുടെ കയ്യിൽ നിന്ന് വള ഊരാൻ എല്ലാ
എല്ലാ മാർഗവും നോക്കി. 3 ദിവസത്തിനുള്ളിൽ വള കൊടുക്കണമല്ലോ. ശേഷം സരളയുടെ ഇല്ലത്ത് വന്ന് വളയെ പറ്റി അന്വേഷിച്ചാൽ അമ്മമ്മ കൊടുത്തതാണെന്ന് തന്നെയാണ് അവിടെയുള്ളവരും പറഞ്ഞത്. സംശയം ഉറപ്പിക്കാൻ അവിടെ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയിൽ മുസ്തഫ നോക്കിയപ്പോൾ കൈയുടെ ഭാഗം മങ്ങൽ വീണിരുന്നു. അതുകൊണ്ട് അതിനും കഴിഞ്ഞില്ല. ഇപ്പോൾ പോലീസുകാർ അന്വേഷിച്ചു വന്നത് കണ്ട് ഭയപ്പെട്ട അമ്മയും സരളയെ വിളിച്ച് അവൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിലൂടെ തന്നെ അത് അമ്മമ്മയുടെ വളയല്ലെന്ന് വ്യക്തം. അവിടെ ചുറ്റുപാടെല്ലാം അന്വേഷിച്ചതിൽ നിന്ന് വടകരയിൽ പഠിക്കാൻ പോയ സരള തിരിച്ചു വന്നപ്പോഴാണ് അവളുടെ കയ്യിൽ വളയുണ്ടായിരുന്നത്. അതുവരെ ഈ വളയെ പറ്റി ആർക്കും തന്നെ ഒരു അറിവുമില്ല. ഇതറിഞ്ഞ ഭാനുവും വടകരയിലേക്ക് പോകാൻ ഇറങ്ങിയ രാത്രിയാണ് അവൻ സെക്യൂരിറ്റി ഗാർഡായി നിന്ന ആ വീട്ടിൽ അക്രമികൾ കയറി അബുവിനെ വെട്ടിയത്. ഇങ്ങനെ അവർ ഫ്ലാഷ് ബാക്ക് സംസാരിച്ചിരുന്നപ്പോഴാണ് പ്രജിത്തും അവളുമായി കുറെ നാൾ പ്രണയത്തിലായിരുന്നു എന്ന സത്യം പറയുന്നത്. മുഴുവൻ ഊറ്റിപ്പിഴിഞ്ഞ് ലാസ്റ്റ് അവൾ അവളുടെ വഴിക്ക് പോയി. ഒപ്പം ഒരു താത്ത അവളുടെ കയ്യിലെ വള കണ്ട് അത് തന്റേതാണെന്ന് അക്ഷയയിൽ വെച്ച് വാദിച്ചെന്നും പറഞ്ഞു. ഇതൊക്കെ നടന്നപ്പോൾ ആ വള ആ താത്തയുടേതായിരിക്കാമെന്ന് ഇവർക്കും തോന്നുകയാണ്. ശേഷം വള കൊടുക്കാമെന്ന് ഏറ്റവരും സരളയെയും കൂട്ടിക്കൊണ്ടുവന്ന് 3 ദിവസം കൂടി സമയം കൂട്ടിക്കൊടുത്ത് അപ്പോഴും ഈ വള അഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കയ്യേപ്പാടി മുറിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പുരുഷവും പല വഴി നോക്കിയെങ്കിലും ഒന്നും നടപടിയായില്ല. ഇതിന്റെ ഇടയിൽ അവിചാരിതമായിട്ട് ഇത്തയും സരളയും വഴക്കടിക്കുന്നത് ഭാനുവും വിഷുവും കണ്ടു. ഇത്തയോട് ഭാനു അന്വേഷിച്ചാൽ അത് തന്റെ വളയാണെന്ന നിലപാടിലാണ് ഇത്ത. ഇത്തയുടെ ഭർത്താവായിട്ടുള്ള സുപ്പിക്ക് വളരെ രുചികരമായിട്ട് ബിരിയാണി തയ്യാറാക്കി കൊടുത്തതിന് അവിടുത്തെ അറബി സമ്മാനിച്ചതായിരുന്നു ഈ വള. കർക്കശക്കാരനായിട്ടുള്ള ആ അറബിക്ക് തന്റെ കുട്ടിക്കാല ഓർമ്മകളെയും ഉമ്മയുടെ ഭക്ഷണത്തിന്റെ രുചിയും സമ്മാനിച്ചതിനുള്ള സമ്മാനം. അയാൾ ഈ വള തന്റെ ഭാര്യ ഫാത്തിമയ്ക്കായിട്ട് നൽകി. ഇത് ഊരുന്നതിന് അതിൽ തന്നെ ചില രഹസ്യ കോഡുകളൊക്കെ ഉണ്ടായിരുന്നു. അത് തന്റെ ഭാര്യയോടായിട്ട് പറഞ്ഞും കൊടുത്തു. അങ്ങനെ മക്കളോടും ഭാര്യയോടും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് വിൻഡോ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് ആളുകൾ മോഷ്ടിക്കാനായിട്ട് എത്തിയത്. അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയ സുപ്പി കണ്ടത് തന്റെ വീട്ടിൽ മാത്രമല്ല ചുറ്റുമുള്ള വീടുകളിലെല്ലാം തന്നെ മോഷണം നടത്തിയ അവന്മാർ കത്തിച്ചിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത സുപ്പിയെ 3 വർഷമാണ് തടവിലാക്കിയത്. കേസ് ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകാനും പറ്റിയില്ല. അയാൾ സാമ്പത്തികമായി തകർന്നു. അന്നത്തെ ആ സംഭവത്തിൽ ഭാനു കാരണമായിട്ടാണ് അയാൾ ജയിലിലായത്. അക്രമിയെ തല്ലുണ്ടാക്കുന്നതിനിടയിൽ ദേഹത്ത് കൈവച്ച ആൾ ആരെന്നറിയാതെ സുപ്പി മുഖത്തടിച്ചു. ആ വൈരാഗ്യത്തിൽ സുപ്പിയെ ക്രൂരമായി ഭാനു അടിക്കുകയും ജയിലിലാക്കുകയും ചെയ്തു. സത്യമറിഞ്ഞ ഭാനു കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടി. നന്നായി ചിരിച്ചിരുന്ന സുപ്പി തെരുവിൽ ഒരു ഷെഡ് പോലും ഇല്ലാതെയാണ് കച്ചവടം നടത്തുന്നത്. സുപ്പിക്കായുടെ ഒപ്പം സുബീഷ് എന്ന ഡ്രൈവർ എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. സുപ്പിക്കായുടെ തകർച്ചയ്ക്ക് ശേഷം ഡ്രൈവറുടെ ജീവിതം എന്നാൽ വളരെ നല്ല നിലയിലാണ് എന്നറിഞ്ഞ് ഭാനുവിന് സംശയം കൂടി. ഇതെല്ലാം ഓർത്ത് കുറ്റബോധം ഭാനുവിന്റെ കുടുംബജീവിതത്തെയും ബാധിച്ചു. ഭാനുവിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ വിഷുവും ആ വളയെ പറ്റി ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തി. ഭാനു ആ പണ്ടത്തെ സുബീഷിന്റെ കാർ ഷോറൂമിലെത്തി അവനെ കണ്ട് സംസാരിച്ചു. ഈ അപകടം നടക്കുമ്പോൾ അവൻ ഡൽഹിയിലായിരുന്നെന്നും തിരിച്ചു വന്നപ്പോൾ തന്റെ സുഹൃത്തുക്കളായിരുന്നു ഈ മോഷണത്തിന് പിന്നിലെന്നും മനസ്സിലാക്കി. അതിൽ ഫാത്തിമയുടെ വള തിരിച്ചറിഞ്ഞ് അവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കയ്യിൽ ഒരു വള മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഇടാനും ഊരാനും അയാൾക്ക് അറിയാമായിരുന്നു. കാരണം സുപ്പി ഭാര്യയ്ക്ക് വള കയ്യിൽ ഊരാനും ഇടാനും പറഞ്ഞു കൊടുത്തപ്പോൾ സുബീഷും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാളും അത് തന്റെ കാമുകിക്ക് നൽകി. അതെ, അവന്റെ കാമുകി സരളയായിരുന്നു. അവൾ ശല്യം എന്ന തുടക്കം സേവ് ചെയ്ത നമ്പർ അവന്റേതാണ്. ഇപ്പുറത്തെ സരള വളയ്ക്കായിട്ട് പുരുഷു തന്റെ കൈ മുറിക്കുന്നത് പോലുള്ള ദുസ്വപ്നം കണ്ട് ഉറങ്ങാൻ പോലും പേടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് അഴിക്കാൻ ഒരു വഴിയും കാണാതെ ഇരിക്കുമ്പോഴാണ് സുബീഷിന്റെ കോൾ വന്നത്. വള സമ്മാനിച്ചതിന് എന്തായാലും അഴിക്കാനും അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവനോട് ഇതേപ്പറ്റി സംസാരിച്ചു. ആ ട്രിക്ക് പറഞ്ഞു തരാണമെങ്കിൽ നേരിട്ട് വരണമെന്നും ഞാൻ ഊരി തരാമെന്ന് അവൻ വാക്കും കൊടുത്തു. സംസാരത്തിൽ നിന്ന് തന്നെ സരള അത്ര നല്ല ആളല്ല എന്ന് മനസ്സിലാക്കാം. ഒരേ സമയം അവൾക്ക് പല ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സുബീഷും ഭാനുവിനെ വിളിച്ചിട്ട് അവളോട് സംസാരിച്ചതിനെ പറ്റി പറഞ്ഞു. സരളയെ ജോലി സ്ഥലത്തിനടുത്ത് നോക്കാൻ ഏൽപ്പിച്ച ആളുകളും അവൾ അവിടെ നിന്ന് ഇറങ്ങിയ വിവരം പുരുഷനെ വിളിച്ചറിയിച്ചു. അവനും അവളെ പിന്തുടർന്ന് ഇറങ്ങി.
കുറെ വിളിച്ചിട്ടും സുബീഷ് ഫോൺ എടുത്തില്ല. ഭാനുവും ഷോറൂമിലെത്തി അന്വേഷിച്ചാൽ സുബീഷ് പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു എന്നറിഞ്ഞ് അവസാന പ്രതീക്ഷയും പോയി. പക്ഷേ എന്തെല്ലാം നടന്നിട്ടും അവൾ അത് അവളുടെ പാരമ്പര്യ സ്വത്താണെന്ന നിലപാടിലാണ് നിൽക്കുന്നത്. കറക്റ്റ് ടൈമില് പുരുഷവും അവന്റെ ആളുകളും അവിടെ എത്തി. എന്നാൽ ഭാനു നിസ്സാരക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ മാത്രമായിരുന്നില്ല. കരാട്ടയിൽ പുള്ളി ഒരു സ്റ്റാർ തന്നെയാണ്. അവസാനം അബു കൂടി വന്നതോടെ എല്ലാത്തിനെയും ഇടിച്ച് നിലം പരിശാക്കി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അബുവിന്റെ കാലിന് വെട്ടിയത്. ലാസ്റ്റ് പോലീസുകാരൻ വന്ന് ഇടപെട്ടു. പോലീസുകാരൻ വിഷയം അറിഞ്ഞ് ആരുടെ ഭാഗമാണ് സത്യമെന്നറിയാതെ കൺഫ്യൂഷനായി. സരള തന്റെ നിലപാടിൽ നിന്ന് മാറുന്നുമില്ല. അപ്പോൾ ഫാത്തിമയും അത് നിന്റേതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അത് അഴിച്ചു കാട്ടാൻ പറഞ്ഞതും അവൾക്കത് പറ്റില്ലല്ലോ, കുറെ ശ്രമിച്ചതല്ലേ. അപ്പോൾ പോലീസും ഫാത്തിമയോട് അത് ഊരിക്കാണിക്കാൻ പറഞ്ഞതും അവരത് നിസ്സാരമായിട്ട് ഊരിക്കാട്ടി. ഇതോടെ ഫാത്തിമ പറഞ്ഞതായിരുന്നു സത്യമെന്ന് എല്ലാവർക്കും ബോധ്യമായി. പക്ഷെ ഈ വള 17ാം സെഞ്ചുറി റിക്കവറി അല്ലേ, പോലീസുകാരൻ വിട്ടുകളയോ? അയാൾക്ക് എന്നാൽ വളയുടെ ട്രിക്ക് സുപ്പി പറഞ്ഞു കൊടുത്തു. അറബി അയാൾക്ക് ഓരോ രത്നങ്ങളും ഓരോ ബട്ടൺ പോലെ ഒരു മെഷീനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ തുറക്കാനും അടയ്ക്കാനും പറഞ്ഞ അയാൾ അത് വിട്ടുകളയാൻ തയ്യാറായില്ല. സുപ്പിക്ക് മനസ്സിലായിട്ട് അയാൾക്ക് അതിൽ ആഗ്രഹമുണ്ടെന്ന്. സുപ്പിയും സത്യം തെളിഞ്ഞല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നീട് അബുവും ഭാനുവും നടന്നു പോകുമ്പോൾ അബു കേസിനെ പറ്റി പറഞ്ഞു. അവന്റെ മുതലാളിയെ എല്ലാവരും കൂടി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയതിന്റെ ഏക സാക്ഷി അബു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അബുവിന് വധഭീഷണിയും കൂടെ വന്നു. കൂടെ ജീവിക്കാൻ പേടിയായതുകൊണ്ട് ഭാര്യ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയി ഇയാളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോയത്. സത്യത്തിന് കൂടെ നിൽക്കാൻ അത്ര എളുപ്പമല്ല എന്ന അബുവിന്റെ വാക്ക് ഭാനുവിന്റെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ചു. ഉയർന്ന ആ ഉദ്യോഗസ്ഥനും കുടുംബവും ഉത്സവത്തിന് പോയപ്പോൾ പുരുഷു മുഖംമൂടി ധരിച്ച് വളയെടുക്കാൻ വീട്ടിൽ കയറി. എന്നാൽ വീട്ടിൽ മറ്റൊരാളും അതിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭാനു മുഖം മൂടി വെച്ച് രണ്ടുപേരും വളയ്ക്ക് വേണ്ടി പോരാടി. എന്തായാലും ഒടുവിൽ ഭാനു തന്നെ ആ വള അവിടെ നിന്നെടുത്ത് കടന്നു കളഞ്ഞു. തിരിച്ചു വന്ന പോലീസുകാരൻ കണ്ടത് ഇടിച്ചിട്ട നിലയിലുള്ള പുരുഷുവിനെയാണ്. കാലൊടിച്ചിട്ടത് കൊണ്ട് തന്നെ അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ശേഷം ഭാനു സുപ്പീക്കയെയും ഫാത്തിമയെയും കാണാൻ വന്ന് ആ വള അവർക്ക് നൽകി. സുപ്പീക്ക അത് സന്തോഷത്തോടെ തന്റെ ഭാര്യയുടെ കയ്യിൽ അണിയിച്ചു. ഭാനു ഭാര്യയെ വിളിക്കുമ്പോൾ വിഷു തന്റെ ആഗ്രഹം വിട്ടുകളയാൻ തയ്യാറല്ല. ഒരു വള വാങ്ങിത്തരാമോ എന്ന് ചോദിക്കുന്നിടത്ത് ശുഭാന്ത്യത്തിൽ തന്നെ ചിത്രം അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.